ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്നത്തെ എൻ്റെ യാത്ര ചുള്ളിയാർ ഡാമിലേക്കാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചുള്ളിയാർ ഡാമിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചുള്ളിയാർ ഡാമിൻ്റെ വിശേഷങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ചാനൽ 200 സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ്. അപ്പോൾ അതിനെന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ മച്ചന്മാർക്കും ഒരു ബിഗ് താങ്ക്സ്. അപ്പോൾ ചുള്ളിയാർ ഡാമിലേക്ക് എൻ്റെ വീട്ടിൽ നിന്നൊരു 34 കിലോമീറ്റർ ഉണ്ട്. ഉച്ച സമയത്താണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ കാണുന്നതാണ് ചുള്ളിയാർ ഡാമിൻ്റെ പ്രവേശന കവാടം എന്ന് പറയുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റും. എന്നിട്ട് ആ നേരെ കാണുന്ന ഗേറ്റിൻ്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ സൈഡിലോ ആയിട്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതിന് ശേഷം പിന്നെ നമ്മൾ നടന്നിട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ വണ്ടി ഇവിടെ സൈഡാക്കി 1-2 പേരേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ മത്സ്യക്കുഞ്ഞുൽപാദന കേന്ദ്രം ഉള്ളത്. ഇതിനടുത്തേക്ക് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ടാർഗറ്റ് ഡാം ആയതുകൊണ്ട് പിന്നീട് ഒരിക്കലാവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കാണുന്ന ഗേറ്റിനോട് ചേർന്ന് തന്നെ കമ്പിവേലി കെട്ടിയിട്ടുണ്ട്. ഈ കാണുന്ന ചെറിയൊരു ഗ്യാപ്പിലൂടെയാണ് നമ്മൾ അകത്തേക്ക് കടക്കുന്നത്. അകത്തേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ നമുക്കിവിടെ 2 ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിലെന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത് നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം. മെയിനായിട്ട് ഈ ഡാമും പരിസരവും എല്ലാം നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ ഈ പ്ലാസ്റ്റിക് പരമാവധി നമ്മൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. ഈ വെള്ളത്തിലും അല്ലെങ്കിൽ നടക്കുന്ന വഴികളിലൊക്കെ പ്ലാസ്റ്റിക് എറിയുന്നതും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയിനായിട്ടൊന്ന് കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ് ആ ബോർഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് കുറച്ച് ദൂരം കൂടി പോകാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നടക്കാം. നടക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ. പക്ഷേ നമ്മുടെ കയ്യിലൊരു കുട കരുതണം, കാരണം ഇവിടെ നല്ല വെയിലാണ് കേട്ടോ. അടിപൊളി വെയിലാണ്. അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് കയ്യിലൊരു കുട കരുതുവാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് നേരെ നോക്കുമ്പോൾ ഒരു വളവ് കാണാനായിട്ട് സാധിക്കും. അവിടെ വെച്ചിട്ട് ഈ റോഡ് 2ആയിട്ട് പിരിയുന്നുണ്ട്. അതിലെ താഴ്ഭാഗത്തുള്ള റോഡ് നേരെ പോകുന്നത് ഷട്ടറിൻ്റെ അവിടേക്കാണ്. അതിൽ ആ ഹൈറ്റ് ആ മുകളിലേക്കുള്ളത് അണക്കെട്ടിലേക്കുള്ള റോഡാണ്. അപ്പോൾ നമുക്ക് ആദ്യം മുകളിലോട്ട് തന്നെ പോവാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തൊരു പില്ലർ കാണാനായിട്ട് സാധിക്കും. ഇതിനകത്ത് ഈ ഡാം എപ്പോഴാണ് പണിതത് തുടങ്ങിയ ഡീറ്റെയിൽസൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാമിലേക്ക് കയറുന്നതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു 2 ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡാമിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ സമയം അനുവദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിതെല്ലാം ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. നമുക്കതിൽ ഡാമിലേക്ക് കയറാം. ചെറിയൊരു കയറ്റമാണിത്. ഇത് കയറിയിട്ട് വേണം നമ്മൾ ഡാമിലേക്ക് എത്താനായിട്ട്. അപ്പം മച്ചാന്മാർ ചുറ്റോട് ചുറ്റും മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഈ നടക്കുന്ന വഴിയിൽ അധികം തണലൊന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ. മൊത്തത്തിൽ ശാന്തമായൊരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ. സംഭവം അടിപൊളിയാണ് കേട്ടോ. നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഡാമിൻ്റെ ഈ കെട്ട് കാണുമ്പോൾ നമ്മുടെ പോത്തുണ്ടി ഡാമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഏകദേശം അതേ ഒരു സ്ട്രക്ചറിലാണ് ഇതും പണിത് വെച്ചിരിക്കുന്നത്. ആ മലയുടെ സൈഡിലേക്ക് നോക്കിയാൽ ഫുള്ള് വെള്ള കളറാണ്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഗേറ്റ് അടച്ചിരിക്കുകയാണ്. ഇത് അടച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ ഷട്ടറിൻ്റെ ആ ഭാഗത്തേക്ക് എത്താമായിരുന്നു. പക്ഷെ അത് അടച്ചതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേറെ വഴിയില്ല. ഒരു എൽ ഷേപ്പിലാണ് ഈ ഡാം പണിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ആ അറ്റം വരെ ഒന്ന് പോയിട്ട് വരാം. നോക്കിയാൽ ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുക, ഒന്നും കാണാൻ പറ്റുന്നില്ല. നമുക്ക് ക്ലിയർ ആയിട്ടൊന്നും അറിയുന്നില്ല, വെറും വെള്ള കളർ മാത്രം കാണുന്നുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വഴിയിലൂടെയാണ് കേട്ടോ നമ്മൾ നടന്നു വന്നത്. ഈ കാണുന്നത് ഡാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള കാഴ്ചയാണ്. ഇപ്പം നിങ്ങൾക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ ആ അങ്ങേറ്റത്തായിട്ടൊരു ആൽമരം കാണാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ അങ്ങോട്ട് നടക്കുവാണ്. കുറച്ച് ദൂരം നടക്കുമ്പോൾ തന്നെ നമുക്ക് താഴേക്ക് ഇറങ്ങാനായിട്ടുള്ള സ്റ്റെപ്പ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിലൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് കണ്ട ആ ആൽമരത്തിൻ്റെ ചോട്ടിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനെന്തായാലും താഴേക്ക് ഇറങ്ങുന്നില്ല, സ്ട്രെയിറ്റ് തന്നെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ പോയിട്ട് എന്താണ് അവസ്ഥ എന്ന് നോക്കാം. ഞാനിപ്പോൾ ഏതാണ്ട് പകുതി ദൂരത്തോളം എത്തിക്കഴിഞ്ഞു. ഇനി കുറച്ച് ദൂരം കൂടി നമുക്ക് നടക്കാനുള്ളൂ. അപ്പോൾ ഇവിടെ നിന്നും കാണുന്നൊരു വിഷ്വലാണ് കേട്ടോ അത്. ആ അങ്ങേയറ്റത്ത് കാണുന്നതാണ് ഷട്ടർ. എത്ര ദൂരം നടന്നു നോക്കിയേ. നല്ല വെയിലും ഉണ്ട്. കുടയെടുക്കാത്തത് ഭയങ്കര അബദ്ധമായി പോയി. പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോത്തുണ്ടി ഡാമിൽ കണ്ടതുപോലുള്ള ഒരു ആൾക്കൂട്ടമോ തിരക്കോ ഒന്നും ഇവിടെയില്ല. വളരെ ശാന്തമായൊരു അന്തരീക്ഷമാണ്. പിന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കുറച്ച് ആടുകളും അത് മേയ്ക്കാൻ വരുന്ന ആൾക്കാരും അങ്ങനെയൊക്കെയുള്ള കാഴ്ചകളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ കൊല്ലങ്കോട് കാണാൻ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെയും കൂടി ഒന്ന് വിസിറ്റ് ചെയ്യാവുന്നതാണ്. മെയിൻ റോഡിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ മാത്രമാണ് ചുള്ളിയാർ ഡാമിലേക്കുള്ള ദൂരം. പിന്നെ ഇങ്ങോട്ട് വരാനായിട്ട് പ്രത്യേകം ചാർജോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഫ്രീ ആയിട്ട് നമുക്ക് ഇതിനകത്തൊക്കെ കയറി കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ നടന്ന് ഞാനിപ്പോൾ ആൽമരത്തിൻ്റെ ചുവട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം വിശ്രമിച്ചിട്ട് ആവാം ബാക്കി പരിപാടിയെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ആൾക്കാർക്ക് വന്നിരിക്കാനും വിശ്രമിക്കാനും ഒക്കെ ഉള്ള
നല്ലൊരു സൗകര്യമുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അതിൻ്റെ ചുവട്ടിൽ ബിയർ ബോട്ടിലും അതൊക്കെ പൊട്ടിച്ചിട്ടിരിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല. അത്തരം കാര്യങ്ങൾ ആരും ചെയ്യാതിരിക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്ന മരം ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആണ് കേട്ടോ. അതിൻ്റെ ചുവട്ടിലായിട്ട് ഇവിടെ മീൻ പിടിക്കാൻ പോകുന്നവരുടെ വള്ളം കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വേനൽക്കാലമാണെങ്കിൽ നമുക്ക് ഇവിടേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കും. സംഭവം അടിപൊളി വൈബാണ് കേട്ടോ. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് കുറച്ച് ദൂരം കൂടി നമുക്ക് വേണമെങ്കിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റും. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്നാമത് നല്ല വെയിൽ, പിന്നെ നമുക്ക് ഒരുപാട് ദൂരം നടക്കാനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടം വെച്ച് യാത്ര നിർത്തുകയാണ്. തിരിച്ച് പോവുകയാണ് കേട്ടോ. നമ്മുടെ ഷട്ടറിൻ്റെ ഭാഗത്തേക്ക് ഞാൻ തിരിച്ച് പോവുകയാണ് മച്ചാന്മാരെ. അങ്ങനെ ഞാനിപ്പോൾ നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് ആ ഭാഗത്തേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഗേറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ വന്നു പോയിട്ടുള്ള കാമുകന്മാരുടെ പേരും അഡ്രസ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അടച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് നേരെ പോകാമായിരുന്നു. ഇപ്പോൾ വേറെ രക്ഷയില്ല. ഇനി നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഷട്ടറിൻ്റെ ആ ഫ്രണ്ട് സൈഡാണ് കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന വഴിയിലൂടെയാണ് നമുക്കിനി അങ്ങോട്ട് പോകേണ്ടത്. അപ്പോൾ ഒട്ടും സമയം വേസ്റ്റ് ആക്കാതെ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്താ അവസ്ഥ എന്ന്. മച്ചാന്മാരെ, ഞാനിപ്പോൾ നമ്മൾ മുമ്പ് കണ്ട ഷട്ടറിൻ്റെ ഭാഗത്തേക്കുള്ള റോഡിലൂടെയാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് ഡാമിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെയൊക്കെ ചെറിയൊരു ഗാർഡൻ പോലെയൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിട്ടുണ്ടാവും. കാരണം ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് കുറച്ച് നേരം ഇരിക്കാനും ഒക്കെ, ഇപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ അപ്പോൾ പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ കളിക്കാനായിട്ട് ചെറിയ ചെറിയ സംഭവങ്ങളും, അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ചും കൂടി നവീകരണ പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു എന്താ പറയുക, ആൾക്കാരെ കുറച്ചും കൂടി അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയുണ്ടാവും എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു തുരങ്കം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ. നോക്കിയേ, മൊത്തം കാട് പിടിച്ച് കിടക്കുവാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി വെക്കുവാണെങ്കിൽ കുറച്ചും കൂടി എന്താ പറയുക, കാണാൻ നല്ല ഒരു രസം ഉണ്ടാവും. നടക്കുന്ന വഴിയിലൊക്കെയാണ് ചെടി മുളച്ച് നിൽക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ തുരങ്കം. തുരങ്കത്തിന് ചുറ്റും ഒരു മതിൽ പോലെ ചെടികളൊക്കെ വളർന്ന് നിൽപ്പുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞ് അടിപൊളിയാക്കിയാൽ കുറച്ചും കൂടി നല്ല രസമായിരിക്കും കാണാൻ. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ഡാമിൻ്റെ ഈ ഒരു സൈഡ് ഭാഗം എന്ന് പറയുന്നത്. നോക്കിയേ, സംഭവം അടിപൊളിയാണ് കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്ത മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഈ നടന്നു വന്ന പോയിൻ്റ് ഉണ്ടല്ലോ, അവിടെ നിന്ന് ഈ ഒരു ഭാഗം വരെ അത്യാവശ്യം നല്ല ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ പോത്തുണ്ടിയിലൊക്കെ കണ്ടതുപോലെ ഒരു സ്കൈ സൈക്ലിങ് അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചും കൂടി സെറ്റായിട്ടുണ്ടാവും. അങ്ങനെ നടന്ന് നമ്മളിപ്പോൾ ഷട്ടറിൻ്റെ ഭാഗത്തേക്ക് എത്താറായി. അപ്പോൾ ഇവിടെ കുറേ അശോകമരമൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇന്ന് നല്ലൊരു നടത്തം നടന്നിട്ടുണ്ട്. ഓക്കെ, ഈ കാണുന്നതാണ് കേട്ടോ ഷട്ടറിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ചുള്ളിയാർ ഡാമിൽ 3 ഷട്ടറാണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന കനാലിലൂടെയാണ് വെള്ളമൊക്കെ കൊണ്ടുപോകുന്നത്. കണ്ടോ, ഇതിൻ്റെ അപ്പുറത്തൊരു കനാലുണ്ട്. അപ്പോൾ അതിലൂടെയാണ് വെള്ളമൊക്കെ കൊണ്ടുപോകുന്നത്. വെള്ളം പറ്റ കുറവാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ഇതിലൂടെ കയറിക്കഴിഞ്ഞാൽ മുകളിലോട്ട് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ഡോറൊന്നും അടച്ചിട്ടില്ല. നമുക്കെന്തായാലും മുകളിലൊക്കെ ഒന്ന് കയറി നോക്കാം എന്താ അവസ്ഥ എന്ന്. പിന്നെ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്നൊരു വ്യൂ അത് വേറെ ലെവലായിരിക്കും. അപ്പോൾ ഈ ഒരു സൈഡിലൊക്കെ ഒരുപാട് കുറ്റിച്ചെടികൾ വളർന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഷട്ടർ ഓപ്പൺ ചെയ്യുമ്പോൾ ആ വെള്ളം വരുന്ന ഭാഗമുണ്ടല്ലോ, ആ കനാല്, അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോകാൻ കുറച്ച് റിസ്ക്കാണ് സംഭവം. അതിനകത്ത് വല്ല പാമ്പോ വല്ല ഉണ്ടെങ്കിൽ അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് ദൂരം മാറി നിന്നിട്ടാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ചുള്ളിയാർ ഡാമിൻ്റെ ഷട്ടർ. ഒരുപാട് പൂമ്പാറ്റകളൊക്കെ ഇതിലൂടെ പാറിപ്പാന്ന് നടക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് മുകളിലോട്ടൊന്ന് കയറി നോക്കാം. അപ്പോൾ ഞാൻ ഓരോ പടവുകളായിട്ട് ഇങ്ങനെ പതുക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ചെന്നിട്ടുള്ളൊരു വിഷ്വൽ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. കുറച്ച് റിസ്ക്കാണ്, കാരണം എനിക്ക് ഒരുപാട് ഹൈറ്റ് കൂടിക്കഴിഞ്ഞാൽ ചെറിയൊരു തലകറക്കം വരുന്നവരൊക്കെ തോന്നും. വാ, അടിപൊളിയുണ്ട് കേട്ടോ. നോക്കിയേ, ഫുള്ള് പച്ചപ്പ് മാത്രം. സംഭവം നൈസാണ് കേട്ടോ, നൈസ് വൈബാണ്. ചെറിയൊരു കാറ്റൊക്കെ ഉണ്ട്, അടിപൊളി. കണ്ടോ, ഇതാണ് നമ്മൾ നടന്നു വന്ന വഴി. അതിന് ചുറ്റും കുറേ നമ്മുടെ പാലക്കാടിൻ്റെ മുഖമുദ്ര എന്ന് പറയാൻ പറ്റുന്ന കരിമ്പനകൾ. നല്ല അടിപൊളി വ്യൂ ആണ്.
മച്ചാന്മാരെ അങ്ങനെ ഞാൻ ഒരുവിധം മുകളിലോട്ട് എത്തിക്കഴിഞ്ഞു. ഇതാണ് കേട്ടോ ഷട്ടറിൻ്റെ ഭാഗം. നോക്കിയേ. അപ്പോൾ ഞാൻ ഇതിലൂടെയൊക്കെ ഒന്ന് നടന്ന് നോക്കുവാണ് എന്താ അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ട്. ഇത് നേരെ പോയി കഴിഞ്ഞാൽ എവിടെ എത്തുന്ന ഒരു പിടുത്തമൊന്നുമില്ല. പക്ഷെ ഒരുപാട് ദൂരം നടക്കാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഓൾറെഡി നടന്നിടന്ന് വയ്യാതായി. ഇനിയൊരു നടത്തുമില്ല. നടത്തം ഇവിടെ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുവാണ്. അപ്പം മച്ചാന്മാര് നമ്മൾ ഈ ടോപ്പിലെത്തിയതിന് ശേഷം നോക്കുമ്പോൾ കാണുന്നൊരു വിഷ്വലാണ് കേട്ടോ ഇത്. ആ മലനിരകളൊക്കെ ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുവാണ്. കണ്ടോ? നമ്മൾ പോത്തുണ്ടിയിൽ പോയ സമയത്ത് അവിടെ ഫുള്ളൊരു പച്ചപ്പാണ് നമുക്ക് കാണാൻ പറ്റിയത്. ഇതും ഏറ്റവും ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നൊരു വിഷ്വലാണ് കേട്ടോ. സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അങ്ങായാലും നമുക്ക് ചെറിയൊരു പാലമൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നോക്കിയേ, ഫുള്ള് പച്ചപ്പ് മൂടി ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ മച്ചാന്മാരെ ഈ കാണുന്നതാണ് നമ്മുടെ ചുള്ളിയാർ ഡാം. അടിപൊളിയല്ലേ? നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും ഒരു കുഞ്ഞു മലയും അതിൻ്റെ ചുവട്ടിലൊരു മരവും കാണാൻ സാധിക്കും. അവിടെ നിന്നാണ് നമ്മൾ ഇപ്പോൾ ഈ നിൽക്കുന്നവിടേക്ക് എത്തിയിരിക്കുന്നത്. കണ്ടോ? ആ എല്ല് പോലെ ഇങ്ങനെ വളഞ്ഞു വന്നിരിക്കുന്നുണ്ടോ? അപ്പോൾ ഈ വഴി നമ്മൾ നേരെ പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യം കണ്ട ഈ അടഞ്ഞു കിടക്കുന്ന ഗേറ്റിൻ്റെ ഇവിടെയാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ ഒരു ഡാമിൻ്റെ നീളം എന്ന് പറയുന്നത് 1755 മീറ്ററും അതുപോലെ ഉയരം 30.5 മീറ്ററുമാണ്. ഗായത്രി ആൻഡ് പലകപ്പാണ്ടി എന്നീ രണ്ട് ജലസേചന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ഡാം പണിതിരിക്കുന്നത്. അപ്പം നിങ്ങൾ വീട്ടിൽ ചുമ്മാ ഇരിക്കുവാണ്, ബോറടിച്ചിരിക്കുവാണ് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഡാം സന്ദർശിക്കുക. അപ്പോൾ ചുള്ളിയാർ ഡാമിൻ്റെ കാഴ്ചകൾ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിലും നല്ല മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു ടാറ്റ ബൈ ബൈ.